ഗവൺമെന്റിന്റെ ഒരു ഫീസ് എന്തായാലും ഉണ്ടാവുമല്ലോ ഇതിന്റെ മൊത്തം പ്രൊസീജിയർ. ഈ പൈസ ഗവൺമെന്റിന് കൊടുത്തേ പറ്റൂ. അത് എന്താണ്, എത്രയാണ് അത് തുക കറക്റ്റ് ഒന്ന് 1840 റുപ്യ ബോസിന് കൊടുക്കണം. അത് 2200 ദിർഹംസ് ഉണ്ട്. അതിനോട് പറഞ്ഞ് കുറച്ചതാ 1840. അത് ഒരു 10 വർഷം മുമ്പത്തെ കഥ പറയുന്നത്. അന്നൊന്നും വരും മീഡിയം വരും. അപ്പോൾ ആ പ്രൊസീജിയർ ഒന്ന് പറയാം. 1840 ദിർഹംസ് പെട്ടിക്ക് വേണം. പിന്നെ 1290 ഇഞ്ചക്ഷന് വേണം. പിന്നെ എയർലൈൻസിന് ഓരോരോ പൈസ. ഇഞ്ചക്ഷൻ എന്താണ്? എംബാമിങ്, എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, എയർ ഇന്ത്യ, പലതിനും പല റേറ്റാണ്. ഓക്കെ. ഓരോ ഏത് സ്ഥലത്തൊക്കെ വെച്ചാൽ ആ സ്ഥലത്ത് കുറേ സ്ഥലത്തേക്ക് എയർ ഇന്ത്യ ഫ്ലൈറ്റേ പോകുള്ളൂ. എയർ ഇന്ത്യ ഫ്ലൈറ്റ് 2800 കൊടുക്കണം. പിന്നെ 255 വേറെ എയർപോർട്ടിന് കൊടുക്കണം. 3000 റുപ്യ പോകും. ദിവസം 2470 റുപ്യ എയർ അറേബ്യ കൊടുക്കണം. പിന്നെ എമിറേറ്റ്സിനാണോ ഒരു 4000-5000 റുപ്യ വരും. ഫ്ലൈ ദുബായ്ക്കും വരും. ഓക്കെ. ഇതാണ് ആകെ വരുന്നൊരു ചെലവ്. ഇതെല്ലാം ഗവൺമെന്റിലേക്ക് പോകുന്ന അല്ലെങ്കിൽ എയർ ഇന്ത്യ കമ്പനികളിലേക്ക് വരുന്ന ചെലവുകൾ മാത്രമാണ്. കമ്പനിക്ക് എയർലൈൻസുകാർ വേറെ, പെട്ടിൻ്റെതും ഇതും ദുബായ് ഗവൺമെൻറ്. അപ്പോൾ ഇതിനാണ് എന്താ പറയുക, പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഞാനിതെല്ലാം ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്രയും ബോഡി കയറ്റി വിട്ടില്ലേ, എംബസിയിൽ ഫുള്ള് രേഖ ഉണ്ടാവും. ഒരാളൊരു 10,000, 500, 100 തന്നിക്കണമെന്ന് പറയാത്തത് എന്താ? ആരോ ഒന്ന് പറയുന്നുണ്ടോ? അതെ, അങ്ങനെ ആരും കാണില്ല. എന്താ പറയാത്തത്?